കൊച്ചിയിൽ പെട്രോൾ പമ്പിലെ ജീവനക്കാരന് മർദ്ദനം. ബൈക്കിലെത്തിയവരാണ് പെട്രോൾ അടിച്ചിട്ട് പണം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് മർദ്ദിച്ചത്. സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അബ്ദുൾ റഹീം ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. റഹീം, പെട്രോൾ അടിച്ചാൽ പണം കൊടുക്കണം, അത് സാധാരണഗതിയിൽ സംഭവിക്കുന്നതാണ്. ഇവിടെ പണമില്ലാതെ വന്ന് പെട്രോൾ അടിച്ചിട്ട് പോകാമെന്ന് ചേട്ടൻ കരുതി കാണും. എന്തായാലും പോലീസിൽ ഇക്കാര്യം പരാതിയായി എത്തിയിട്ടുണ്ടല്ലോ. തീർച്ചയായും അരുണി, അതായത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് യുവാക്കൾ കൊച്ചിയിലുള്ള ഒരു പമ്പിലേക്ക് പെട്രോൾ അടിക്കാനായി എത്തുന്നു. എത്തിയ സമയം ഇന്ധനം നിറച്ചതിന് ശേഷം അവിടുത്തെ ജീവനക്കാരൻ പണം ആവശ്യപ്പെടുന്നു. പണം ആവശ്യപ്പെട്ട സമയത്ത് ഇവർ കാർഡാണ് നൽകുന്നത്. ഈ കാർഡ് നൽകി കാർഡ് ഒന്ന് രണ്ട് തവണ മെഷീനിൽ വെച്ച് നോക്കി, പക്ഷേ അതിൽ പണം ലഭിക്കുന്നുണ്ടായിരുന്നില്ല. തുടർന്നാണ് ജീവനക്കാരൻ ഈ ബൈക്കിൽ വന്ന അവരോട് പറഞ്ഞത് കാർഡിൽ നിന്ന് പണം ഈടാക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് പണം നൽകണം, കാശായിട്ട് നൽകണം എന്ന് പറഞ്ഞപ്പോൾ ആ പണം ചോദിച്ചതിന്റെ പേരിലാണ് ഈ അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരനെ ഈ ബൈക്കിലെത്തിയ യുവാക്കൾ മർദ്ദിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കുക. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഈ യുവാവിനെ തള്ളിക്കൊണ്ടുപോവുകയും പിന്നീട് തള്ളിയിടുന്നൊക്കെ നമുക്ക് അതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ പണം ചോദിച്ചതിന്റെ പേരിലാണ് ഈ ജീവനക്കാരനെ മർദ്ദിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ ബൈക്കിലെത്തിയ രണ്ടുപേരും നന്നായി തന്നെ മദ്യപിച്ചിരുന്നു എന്നുകൂടി ജീവനക്കാരൻ പറയുന്നുമുണ്ട്. ഏതായാലും മദ്യപിച്ചെത്തിയവരാണ് ഇത്തരത്തിൽ ഈ ജീവനക്കാരനോട് അപമര്യാദയായി പെരുമാറുകയും അദ്ദേഹത്തെ മർദ്ദിക്കുകയും ചെയ്തത്. ഏതായാലും പമ്പുമായി ബന്ധപ്പെട്ട അധികൃതർ ഈ സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇവർക്കെതിരെ കർശന നടപടി വേണം എന്നുള്ളതാണ് ആവശ്യം. ഏതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള പരാതി ഇപ്പോൾ പോലീസിന്റെ അടുത്താണ്. ഏതായാലും ഇവരെ പിടികൂടാനുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. അരുണ്യ. ശരി, അബ്ദുൾ റഹീമാണ് വിവരങ്ങൾ നൽകിയത്.